തുടക്കം തൊട്ടേ iPhone 15 ഡൈനാമിക് ഐലൻഡ് ബാക്കി കണ്ടു കഴിഞ്ഞാൽ 14 തന്നെ. ഈ റെഡ് കളർ പോലും ഇല്ല ഈ വർഷം. വട ചെറുതാവുന്ന എല്ലാവരും ശ്രദ്ധിക്കാവൂ, അതിലെ തുള വലുതാവുന്ന ആരും ശ്രദ്ധിക്കരുത് കേട്ടോ. പേന കൊണ്ട് ഞാൻ കവിളിൽ കറുത്തു മറകിട്ടിരിക്കുന്ന ഇവനാണ് അപ്പു, മറകില്ലാത്തവൻ അച്ചു. ഈ വർഷത്തെ തള്ളെന്ന് പറയുന്നത് കാർബൺ ന്യൂട്രൽ എന്ന് പറയുന്ന തള്ളാണ്. പിന്നെ ഇതന്നെ ഒരമ്മ പെറ്റ ആളിയന്മാരാണെന്നേ പറയൂ. 48 മെഗാ പിക്സൽ ആക്കി. എല്ലാ സിനിമയിലും താൻ ഈ സെയിം ക്യാമറ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ദിസ് ഈസ് 14S. അവര് 15 എന്ന് വിളിക്കണമെന്നേ ഉള്ളൂ. ഒരു സഹോദരന്മാരെ നിങ്ങൾ ഹലാക്കിതാക്കരുത്. ഞാനൊരു ചെറിയ ജാടയിൽ അങ്ങനെ നിന്ന് പോവാണ്. ആപ്പിളെ ഇനി ഇതുപോലത്തെ ഫോട്ടോ എടുത്തിട്ട് കാര്യമില്ല. നിങ്ങളെ കോമ്പറ്റീഷൻ വേറെ ലെവലാണ്. എന്താ അങ്ങനെ പറഞ്ഞു കൊടുക്കണ. നീ ഗണ്ണ് കണ്ടിട്ടുണ്ടോടാ? ഗണ്ണ് 1.5 ചാണിന്റെ പിസ്റ്റളല്ല, ഗണ്ണ് നല്ല ഡബിൾ ബാരൽ ഗണ്ണ്. ഡിജിറ്റൽ സൂം. ആപ്പിള് ഡിജിറ്റൽ സൂം എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. ഒപ്റ്റിക്കൽ സൂമിനെ കാട്ടി വെല്ലും. വെറും വാഗ്ദാനം കിട്ടുകയില്ല. എടാ ഇത് ഗൂഗിൾ, അതായത് ഏത് ഫോട്ടോയിനെയും പോർട്രേറ്റ് ആക്കുന്ന സെറ്റപ്പ് ഉണ്ട് ഗൂഗിൾ ഫോട്ടോ ആപ്പിലുണ്ട്. എല്ലാം മനസ്സിലായി. കള്ളപ്പന്നി. അതാണ് പുതിയ പുത്തൻ പുതിയ ഫീച്ചർ. സംശയമൊന്നുമില്ലല്ലോ അല്ലേ? അവിടത്തെ ബുദ്ധിയുടെ അപാരതയ്ക്ക് മുന്നിൽ തന്നെ ഞാനൊന്ന് തൊഴുതോട്ടെ. പഴയ തള്ളുകൾ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് കഴിഞ്ഞ വർഷവും പറഞ്ഞത്. അതിന്റെ മുന്നത്തെ വർഷവും ഇത് തന്നെ പറഞ്ഞത്. എന്റെ പൊന്നളിയാ കണ്ടിത് എന്റെ ഞാനക്കണ്ണ് വരെ നിറഞ്ഞു. നീ ഒറ്റ ഡയലോഗ് വെച്ച് എത്ര കാലം ഈ ഫീൽഡിൽ പിടിച്ചേക്കും? അല്ല, പ്രഭാകരേട്ടന് വീട്ടില് വിലയില്ലെങ്കിലും നാട്ടില് പുല്ല് വിലയാ. എന്റെ അച്ഛനുള്ള വിലക്ക് മതി. ആരെ വേണമെങ്കിലും ഫോക്കസ് ചെയ്യുമ്പോ ഓ മൈ ഗോഡ്, ഇതൊക്കെ ഏത് കാലഘട്ടത്ത് വന്ന സാധനം. എടാ നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. അപ്പൊ ഈ ഫോണിലും ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഇല്ല. വൈറ്റമിൻസ് ഇല്ല. വഞ്ചനയിൽ ചതി പാടില്ല കുട്ടി. ഇതിന്റെ അകത്ത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഇല്ല. തെണ്ടിത്തരമാണ് ഈ കാണിക്കുന്നത്. സത്യം പറയാനല്ല. അച്ഛൻ പറഞ്ഞു ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്നതാണെന്ന്. ഇല്ല സാർ, കുരുത്തക്കേട് ഞങ്ങൾ കാണിക്കില്ല. വേണമെങ്കിൽ ആളെ വിട്ട് തല്ലിക്കാം. അണ്ണ കൊല തള്ളാണ് കേട്ടോ. വന്നിരുന്ന് ഇങ്ങനെ പാവത്തിനെ പോലെ ഇരിക്കണമെന്നേ ഉള്ളൂ. മുട്ട തള്ളു. അതെന്താ കുട്ടി സംശയം? ഗിരിജയെടുത്ത് ഒരു ലിസ്റ്റ് കൊടുത്താ അങ്ങനെ തള്ളോ ഗുലാബ്ജി? തള്ളാൻ പറ്റുമോ ഗുലാബ്ജിക്ക്? എടേ ഒരു ഫീച്ചറും പറയാ ഇല്ലെങ്കിൽ അത് പറഞ്ഞിട്ട് പോടേ. ചുമ്മാ വന്നിരുന്ന് നമ്മളെ സമയം വേസ്റ്റ് ചെയ്യാതെ. ഇപ്പൊ നാട്ടിലെ കൊച്ചു പിള്ളേരെ വരെ കളിയാക്കി തുടങ്ങി. USB Type-C ഫോണില്, ഐഫോണില്. ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ, നല്ല കാര്യം. ഒട്ടും താല്പര്യം ഉണ്ടായിട്ടല്ലേ ലോനപ്പാ? ഞാനിത് ഒരിക്കലും കാണുമെന്ന് പ്രതീക്ഷയില്ല. ഇത് പണ്ടേ ചെയ്യായിരുന്നു. ഇതിനകത്തെ ഒരു ത്രില്ലില്ല. എങ്ങനെയാണ് 128 GB ഈ വർഷത്തിൽ 2023 പിന്നെ മറ്റേ 60 Hz തന്നെ ഡിസ്പ്ലേ. ബ്യൂട്ടിഫുൾ. കലക്കി. ആപ്പിൾ ഫാൻസ് ഒക്കെ ഇപ്പൊ ക്ലാപ്പ് അടിക്കുകയായിരിക്കും. അടിച്ചോ ഇതേതാ അപ്പൂ പോയി. വി ഹാവ് എ മ്യൂട്ട് സ്വിച്ച്. പോയി ടാറ്റ खत्म. बाय बाय टाटा गुड बाय गया. പോകല്ല. ഓ ഹാപ്റ്റിക് ഫീഡ്ബാക്ക്. ചിലർക്കൊക്കെ അത് ഭയങ്കര കാര്യമാണ്. ഹാപ്റ്റിക് ഫീഡ്ബാക്ക് വേറെ ലെവലൊക്കെ വന്നു കഴിഞ്ഞാൽ ഓ ഐഫോൺ എന്നൊക്കെ പറയും. There is nothing new. അങ്ങനെയാണ് ആപ്പിളിന്റെ സാധനങ്ങളൊക്കെ. ഇനി കാര്യമായിട്ട് പരിചയപ്പെടുത്തണമെന്നില്ലല്ലോ. വേണ്ട. മൈക്കൽ ജാക്സന്റെ ത്രില്ലർ വരും, കോപ്പ് വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മണ്ണാങ്കട്ടിയും വന്നില്ല. കണ്ണിയാ കുത്തിപ്പിടിക്കും. അയ്യോ സിഗരറ്റ്. അതെ, പ്രൈസിങ് വന്നിരിക്കുകയാണ്. വില ഇത്തിരി കൂടുതലാ. എങ്കിൽ ഞങ്ങൾ പോകാതെ ഈ കോപ്പറേയും കാണിക്കാനോടോ താൻ അമേരിക്കന്ന് വിളിച്ചു നിർത്തിയത്? എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടോ? അച്ഛനാണത്രേ അച്ഛൻ. സന്തോഷാണോ? എന്താ ഇപ്പത്തെ അവസ്ഥ? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അനൗൺസ് ചെയ്യും. അഖിൽ മൈക്ക് ധരിക്കുക. വലിയ തമാശക്കാരനല്ലേ? ഇപ്പോ ഒരു വീഡിയോ കോളിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ആരായിരിക്കുമെന്ന് ഒരു ഗസ് പറയാവോ? എന്താടി അയ്യടാ ചിരി കണ്ടോ? ഞാൻ പറഞ്ഞല്ലേ അവിടെ കിടന്ന് വെറുതെ സാരി എടുത്ത് ഷോ കാണിക്കണ്ട. വേണ്ട പറയണ്ടായിരുന്നു. ഇതുവരെ ചോദിക്കാതെ മാറ്റിവെച്ച ഒരു ചോദ്യം എന്ന് അഖിലിനോട് ചോദിക്കണം. എന്നാ എന്നോട് പറ. തരാം. തെക്കോട്ട് നോക്കിയിരുന്നോ?
ഞാനിപ്പോ കൊണ്ടുവരാം. ഐ ലവ് യു. ഞാൻ സത്യം പറയാം, എനിക്ക് ആദ്യമൊന്നും അത്ര ഇഷ്ടമൊന്നുമില്ലായിരുന്നു. ഉള്ള കാര്യം സത്യമായിരുന്നു. വനിതാ സ്റ്റേഷനിലെ പങ്കജാക്ഷി ഇതേ അഭിപ്രായം പറഞ്ഞു. പക്ഷെ പിന്നീട് ബിഗ് ബോസ് ഇങ്ങനെ കണ്ട് തുടങ്ങിയപ്പോഴാണ് കൊള്ളാലോ, ഇങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കാൻ ഇങ്ങനെ നന്നായിട്ട് അറിയാലോ. മോശമല്ല. എന്നെ ഇങ്ങനെ പറയുന്നതാണ് നിങ്ങൾക്ക് സന്തോഷം. ഈ അഖിൽ മാരാർ ഒരു സംവിധായകനായതുകൊണ്ട് ഈ ബിഗ് ബോസ് കൃത്യമായിട്ട് സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളൊരു കമന്റ് ഞാൻ കണ്ടായിരുന്നു. നീ കണ്ടത് എന്താണെന്ന് പറ. എന്ത് കണ്ടന്റ് കൊടുത്താൽ സ്ക്രീനിൽ ടിവിയിൽ ഞങ്ങൾ കാണും, എന്ത് കണ്ടന്റ് കൊടുത്താൽ കാണില്ല, ഇതൊക്കെ കൃത്യമായി അറിഞ്ഞു കളിച്ച ഒരാളാണ് എന്ന് ഒരു കമന്റ് കണ്ടു. ഈ കമന്റിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? സംവിധാനം ആവേണ്ട, മനുഷ്യനെ മനസ്സിലാക്കാനുള്ള ബോധം മതി. എന്തൊരു എളിമ, എന്തൊരു വിനയം. വലിയ വലിയ കലാകാരന്മാർക്ക് ഇങ്ങനെ തന്നെ. അവൻ മിടുക്കനല്ലേ, അങ്ങനെയല്ലേ വേണ്ടത്. ഞാൻ ഇതിനോട് തമാശക്ക് പറയും, ഞാൻ ഇവിടെ കേരളത്തിൽ പണ്ട് ബഹിരാകാശത്ത് പോയിട്ടേ ഉള്ളൂ. പുള്ളി ഏതോ ഗ്രഹത്തിലായിരുന്നു. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. അവിടെ സാറ്റലൈറ്റും കാത്തിരിക്കുക. ഒന്ന് നിർത്തണേ, ഭൂമിയിലോട്ടൊന്ന് പോണോ. ഈ അവസ്ഥയിലായിരുന്നു മിഥുൻ. ഒരു അബദ്ധം പറ്റിപ്പോയി. ഫോൺ കിട്ടിയ ആദ്യം ചെയ്ത എന്തായിരുന്നു? ആദ്യം സ്വിച്ച് ഓൺ ചെയ്തു. ഒരു മാറ്റവും ഇല്ലല്ലോ. കൊള്ളാമെന്ന് ആങ്കറെ വിളിയടേ. എന്തൊരു കഷ്ടം ഇവനെ കൊണ്ട്. പൊട്ടന്ന ലോക പൊട്ടനാണ്. ഞങ്ങളിങ്ങനെ തമാശക്ക് ജുനൈസിനും ഈ എന്നോടത്ത് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ഇവന്മാർ വരുന്നതിനെ ഞങ്ങളകത്ത് കളിയാക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു മമ്പട്ടിയൊക്കെ എടുത്തിട്ട് തുമ്പയൊക്കെ കയറ്റി സെറ്റ് ചെയ്ത് എന്നെ വെട്ടാനാണ് വരുന്നത്. ഇത് വെട്ടാൻ ജുനൈസ് തൂങ്ങിയിട്ട് ഇത് തന്നെ ഒരു പുള്ളിയുടെ തലയിൽ വീഴും. ൂങ്ങും ഇത് ഊരി തല വീഴും. ഞാനൊരു ചെണ്ടയാണെന്നാ ഇവിടെ ഉള്ളൊരു വിചാരം. എല്ലാരും വന്ന് ഇടക്കിടക്ക് കൊട്ടും. ഞാനൊരു അധിക പ്രസംഗിയാകാൻ ഉദ്ദേശിക്കുന്നില്ല. നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒരു ബസ്സിൽ സഞ്ചരിക്കുന്നത് ചെലവ് കുറയ്ക്കാനാണ് എന്ന ഗതാഗത മന്ത്രി ആന്റണി രാജുവിന്റെ ന്യായം പൊളിയുന്നു. സ്വാഭാവികം. മിക്ക മന്ത്രിമാരുടെയും വാഹനങ്ങൾ ബസ്സിനൊപ്പം സഞ്ചരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഫോട്ടോയുണ്ടല്ലോ. ഇനി ഈ ദൃശ്യങ്ങൾ കാണുക. ഇതിനൊരു അന്ത്യമില്ലേ? ഇത് ഒരുപാടുണ്ടല്ലോ. This is too much. ഈ പോകുന്നത് പിന്നെ മന്ത്രിമാരുടെ കാറുകൾ അല്ലേ എന്ന് സംശയം തോന്നുന്നത് സ്വാഭാവികം. പക്ഷെ അങ്ങനെ തോന്നാതിരിക്കാൻ വിനോദസഞ്ചാര വകുപ്പിന്റെ കയ്യിലുമുണ്ട് ചില പൊടിക്കൈകൾ. പലതും ഔദ്യോഗിക നമ്പർ പ്ലേറ്റ് ഇളക്കി മാറ്റിയാണ് യാത്ര നടത്തുന്നത് എന്ന് മാത്രം. അച്ഛൻ പറഞ്ഞു ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്നതാണെന്ന്. തൊണ്ടി സാധനങ്ങളുടെ പിടിയിൽ. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? നമ്മൾ ആരാ മോൻ? അപ്പൊ തട്ടിപ്പാണല്ലേ? തലശ്ശേരിയിൽ മന്ത്രിസഭാ യോഗം നടന്നപ്പോൾ നിർത്തിയിട്ടിരിക്കുന്ന മന്ത്രിമാരുടെ കാറുകളാണിത്. ചുരുക്കി പറഞ്ഞാൽ എല്ലാ മന്ത്രിമാരുടെയും കാറുകൾ ബസ്സിനൊപ്പം ഓരോ ഇടത്തും എത്തുന്നുണ്ട്. സാറ് തന്നെ. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകളാണ് യാത്രക്കാർ. താനിതെങ്ങനെ കണ്ടു? അച്ഛൻ ഇനിയെങ്കിലും മനസ്സിലാക്കണം, പൊതുജനം കഴുതയല്ലെന്ന്. ഈ ഒരു ബസ്സിൽ പോകുന്നത് തന്നെ ഒരു മെസ്സേജ് ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ട്രാഫിക് ജാം ഇല്ലാതെ പോകാം, അധിക വാഹനങ്ങളുടെ അകമ്പടി വേണ്ട, സർക്കാരിന്റെ 21 വണ്ടികളും ഓടേണ്ട കാര്യമില്ല. ഇങ്ങനെയുണ്ടോ കള്ളന്മാര് ലോകത്ത്? വെറുതെ ഇങ്ങനെ ഓരോ റൂമിലും കയറി വന്ന് നട്ടാക്കുരുക്കഥ നുണകൾ പറയല ഇവന്റെയൊക്കെ ഹോബി. അത് ചെലവ് നോക്കുമ്പോൾ പോലും ലാഭമായിരിക്കും. നവകേരള സദസ്സുകളിലേക്ക് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും യാത്ര ചെയ്യാൻ 1,05,00,000 രൂപ മുടക്കി ബസ് വാങ്ങിയതിന് ഗതാഗത മന്ത്രി പറഞ്ഞ ന്യായീകരണമാണിത്. ജോസിന്റെ എല്ലാ പ്രവർത്തനവും നമ്മുടെ നാടിന്റെ വികസനത്തിനാണല്ലോ എന്ന് ഓർക്കുമ്പോ ഒരാശ്വാസം. പേഴ്സണൽ സ്റ്റാഫിൽ സഞ്ചരിക്കാൻ വേറെ വഴിയില്ലെന്നും മന്ത്രിമാരുടെ സാധനങ്ങൾ കാറിലാണെന്നുമാണ് കാർ ഉപയോഗിക്കുന്നതിലെ ഔദ്യോഗിക വിശദീകരണം. അവരങ്ങനെയും പറഞ്ഞു. അപ്പോൾ പിന്നെ ഇന്ധന ചെലവും മലിനീകരണവും കുറയ്ക്കാനാണ് ഈ നടപടി സ്വീകരിച്ചതെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി പറഞ്ഞത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നമ്മളൊരു ആവേശത്തിന് പറയുമ്പോൾ ഒരു കൊഴുപ്പുണ്ടാവാൻ. അതാണ് അവന്മാർ അങ്ങനെ പറയുന്ന ആളുകൾ. ആ ബസ് പുറപ്പെടുമ്പോൾ എന്താണ് ഗതാഗത മന്ത്രി പറഞ്ഞത്? ബസ് ചെലവ് കുറയ്ക്കും. കാരണം മന്ത്രിമാരുടെ വാഹനങ്ങളില്ല, മുഖ്യമന്ത്രിയുടെ വാഹനങ്ങളില്ല. അപ്പോൾ ചെലവ് ചുരുക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. പക്ഷെ എന്താണ് ഇന്ന് മഞ്ചേശ്വരത്ത് കണ്ടത്? മുഖ്യമന്ത്രിയുടെ കാർ അവിടെയുണ്ട്,
അകമ്പടി വാഹനങ്ങളുണ്ട്, ആംബുലൻസുകളുണ്ട്, പോലീസിന്റെ വലിയ വാഹനങ്ങളുടെ നിരയുണ്ട്. അപ്പോൾ എവിടെയാണ് ചെലവ് കുറയുന്നത്? താങ്കൾ ഈ ചിരി കൊണ്ട് കാര്യമില്ല, മറുപടി പറയണം. ആരംഭിച്ചു ഇനി പറഞ്ഞിട്ട കാര്യം നമുക്ക് വേറെല്ലാം പറയാം. താങ്കൾ ഈ ചിരി കൊണ്ട് കാര്യമില്ല, മറുപടി പറയണം. എനിക്കത് ഓർമ്മയില്ല. ഇത്തരം ചീപ്പ് നമ്പേഴ്സ് ഒന്നും ഇവിടെ ചെലവാണല്ലോ. ഇന്ത്യൻ യാഥാർത്ഥ്യം. കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങളുണ്ട്, പ്രതിപക്ഷത്തിനെതിരെയുള്ള വിമർശനങ്ങളുണ്ട്, സർക്കാരിന്റെ നേട്ടങ്ങൾ വിശദീകരിക്കാനുണ്ട്. ഇതൊക്കെ ഒരൊറ്റ സ്ഥലത്ത് നിന്ന് പ്രസംഗിച്ചാൽ പോരെ? എന്തിനാ അച്ചോ അന്വേഷണം എന്ന പേരിൽ ഇങ്ങനെ ഒരു പ്രഹസനം? ഈ 140 മണ്ഡലങ്ങളിലും പോയി ഈ വികസന നേട്ടങ്ങൾ പ്രസംഗിക്കാൻ മാത്രം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒരു ബസ് പിടിച്ചു പോകേണ്ട കാര്യമുണ്ടോ? ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നതാണെങ്കിൽ നല്ല രസമുണ്ട്. ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. സുശീല എല്ലാരും വിളിച്ചു. ഈ ജാഥ കൊണ്ട് യാതൊരു ഗുണവും കേരളത്തിലെ ജനങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നില്ല. അത് തനിക്ക് എപ്പോഴാണ് മനസ്സിലായത്? ഇപ്പോഴേ മനസ്സിലായുള്ളൂ. ഒരു സാധാരണക്കാരനായ ഒരാൾക്ക് നേരിട്ട് വന്ന് മുഖ്യമന്ത്രിയുടെ അടുത്ത് സംസാരിക്കുവാൻ അവകാശമില്ലെങ്കിൽ ഇതാരെ രാജഭരണകാലമാണോ? ഇദ്ദേഹം രാജാവാണോ? ഞാൻ അവരെ ക്ഷണിക്കുകയാണ്. നാണവും മാനവും ഉളുപ്പും അല്പമെങ്കിലും തീണ്ടിയിട്ടുണ്ടെങ്കിൽ, വാക്കിന് വിലയുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരൂ. ഇനി എന്ത് ചെയ്യും? എന്തെങ്കിലും പറ്റുന്നതിന് മുമ്പ് വേഗം ഇറങ്ങാം. മന്ത്രിയുടെ വാദം തെറ്റാണെന്ന് മനോരമ ന്യൂസ് തെളിയിച്ചതോടെ ആന്റണി രാജു പ്ലേറ്റ് മാറ്റി. 21 കാറുകളും അതോടൊപ്പമുള്ള എസ്കോർട്ട്, പൈലറ്റ് തുടങ്ങിയ ഏതാണ്ട് 10-25 വാഹനങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് നടക്കുന്നത്. അല്ലെങ്കിൽ ഒരുമിച്ചാണ് അതുണ്ടാക്കുന്ന ട്രാഫിക് ജാം. ഞാൻ ചൂണ്ടിക്കാണിച്ചത് പ്രധാന കാരണമാണ്. ഒരു പോയിന്റ് തുടങ്ങുന്നിടത്ത് അവസാനിക്കുന്നിടത്ത് മാത്രം എത്തുമ്പോൾ ഇടയ്ക്കുള്ള പോയിന്റിലൂടെ ഓടുന്നില്ല. അതുകൊണ്ട് അത് നമ്മൾ അങ്ങനെ വിമർശിക്കേണ്ട കാര്യമില്ല. എന്താ ഞാൻ പറയും മോളോട്? കണ്ണൂർ പഴയങ്ങാടിയിൽ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും നേരെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് ക്രൂരമർദ്ദനം. CPM പ്രവർത്തകരും മുഖ്യമന്ത്രിയുടെ കമാൻഡോ ഉദ്യോഗസ്ഥരുമാണ് മർദ്ദിച്ചത്. ഇതിനെക്കുറിച്ച് രണ്ടു വാക്ക് പറ. ഇതിനെക്കുറിച്ചാ പ്രിയപ്പെട്ടവരെ, ഇത് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ എന്താണ് നടക്കുന്നത്. ഒരാൾ ഇതിന്റെ മേലെ ചാടി വരികയാണ്. ഈ ചാടി വരുന്നയാളെ ചില ചെറുപ്പക്കാർ കൂടി അങ്ങോട്ട് പിടിച്ചു മാറ്റുന്നുണ്ട്, അങ്ങോട്ട് തള്ളി മാറ്റുന്നുണ്ട്. അത് രക്ഷിക്കാനല്ലേ? എങ്ങനെ ഇരിക്കണം? നീ ഊതിക്കുക, പക്ഷേ അതിപ്പിലൂതുന്ന ആസനത്തിലൂതൻ. ജീവൻ രക്ഷിക്കാനല്ലേ? എന്റെ കൈ കിട്ടിയാൽ ഞാൻ തന്നെ ഇതുപോലെ അങ്ങോട്ട് പിഴിഞ്ഞ് ജീവൻ അപകടപ്പെടുത്താനുള്ള തരത്തിൽ ചാടി വരുമ്പോ അതിനെ നല്ല ബലം പ്രയോഗിച്ച് തന്നെ അങ്ങോട്ട് മാറ്റണല്ലോ. ഒരർത്ഥം പറച്ചിലുകാരൻ നടക്കണ ആ മാറ്റലാണ് നടക്കുന്നത്. ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. നീ കണ്ടത് എന്താണെന്ന് പറ. അത് രക്ഷിക്കാനല്ലേ, ജീവൻ രക്ഷിക്കാനല്ലേ. താനിതാരട എടോ ഈ വിളിച്ചു വേണത് ഉമ്മണിത്തെണ്ണുള്ള കാര്യമാണ്, അറിയായ? ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? ഞാൻ ആ ബസ്സിന്റെ മുമ്പിൽ ഇരിക്കില്ല, എന്റെ കൺമുന്നിലല്ലേ ഇത് നടക്കുന്നത്. അവരിങ്ങനെ തള്ളി മാറ്റുകയാണ് അയാളെ. ഇതെല്ലാം നമ്മളെല്ലാരും കണ്ടുകൊണ്ടിരുന്ന കാര്യമല്ലേ. എന്താ ഇത്ര സംശയം? എനിക്കതിപ്പോ അങ്ങോട്ട് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. അതൊരു അക്രമമാണ്. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. അത് ബസ്സിന്റെ മുന്നിലേക്ക് ചാടി അയാൾ അപകടപ്പെടാതിരിക്കാനുള്ള ജീവൻ രക്ഷിക്കാനുള്ള മാർഗമാണ്. എന്തേനു അയാൾ അപകടപ്പെടാതിരിക്കാനുള്ള ജീവൻ രക്ഷിക്കാനുള്ള മാർഗമാണ്. ഒന്ന് നിർത്ത്. ഇയാൾ എന്ത് മനുഷ്യനാ? ഞാനും അത് തന്നെ ചോദിക്കണേ. ഇയാൾ എന്ത് മനുഷ്യനാ? അവിടെ നിങ്ങൾക്ക് വേദന പറ്റുമോ നോക്കിയിട്ട് കാര്യമില്ല. അയാളെ പെട്ടെന്ന് തള്ളി മാറ്റലാണ് പ്രധാനം. ഒരു തീവണ്ടി വരുന്നു, ഒരാൾ അവിടെ കടന്നുപോയി, അയാൾ എടുത്തെറിയില്ലേ? ചിലപ്പോ അയാൾ എടുത്തെറിഞ്ഞാൽ അയാൾക്ക് അപകടം പറ്റുമെന്നാണോ ചിന്തിക്കുക? അയാൾ ജീവൻ രക്ഷിക്കുന്നതല്ലേ പ്രധാനം. ആ ജീവൻ രക്ഷാ രീതിയാണ് DYFIക്കാർ സ്വീകരിച്ചത്. രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട. അത് മാതൃകാപരമായിരുന്നു. ആ രീതികൾ തുറന്നു പോകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഞാൻ സമാധാനം ആഗ്രഹിക്കുന്ന ഒരു പാവം വർഗീയവാദിയാ. ബാക്കി നാളെയാകാം. മതി. എന്ത് നിർത്തി കളഞ്ഞത്? മുഴുവൻ പാടാത്തത് പറഞ്ഞു പാടിക്കാൻ നീ ആര് സംഗീത സംവിധായകനോ? ഇനി ആരും സൂത്രം കാണിച്ചു കേട്ടാ. കരിങ്കൊടി കാണിക്കുന്നവരെ പാർട്ടി പ്രവർത്തകർ മർദ്ദിക്കുന്നതിനെ രക്ഷാപ്രവർത്തനമെന്നാണല്ലോ മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം വിശേഷിപ്പിച്ചത്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ 10 വർഷം മുൻപ് കരിങ്കൊടി കാണിക്കുന്നവരെ പോലീസ് മർദ്ദിച്ചപ്പോൾ പക്ഷേ അന്ന് പിണറായി വിജയൻ പറഞ്ഞത് ഇങ്ങനെയല്ല. ഇതും അങ്ങനെ എടുത്തതാണോ? മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് കരിങ്കൊടി കാണിച്ചാൽ ആ കരിങ്കൊടി കാണിച്ച പ്രവർത്തകരെ ശാരീരികമായി തകർക്കും എന്ന നിലപാടാണ് പോലീസിന്റെ ഭാഗത്തുണ്ടായത്. എന്റെ ഭയ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ. മുതലാളി മറന്നുപോയതാ. നീ പറയും. എത്ര ഭീകരമായ വർധനം! എന്തിനാണ് പോലീസ് ഇത്രമാത്രം ക്രൂരമായി പെരുമാറിയത്? അതൊരു ക്രിമിനൽ കുറ്റമാണോ? പ്രതിഷേധത്തിന്റെ രൂപമല്ലേ? ഇത്തരത്തിലുള്ള പ്രക്ഷോഭത്തെ മർദ്ദനത്തിലൂടെ നേരിട്ട് കളയും
എന്ന വെല്ലുവിളിയാണ് ഉമ്മൻചാണ്ടി ഉയർത്തുന്നെങ്കിൽ എത്ര കടുത്ത മർദ്ദനം അടിച്ചുവിട്ടാലും ഈ കേരളത്തിലെ ഉയർന്നു വരുന്ന പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ മുഖ്യമന്ത്രിക്കും ഇവിടുത്തെ പോലീസ് വൃന്ദത്തിനും കഴിയില്ലെന്ന് അവർ മനസ്സിലാക്കണം. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? അത് രക്ഷിക്കാനല്ലേ, ജീവൻ രക്ഷിക്കാനല്ലേ. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. അന്നത്തെ കരിങ്കൊടിയൊക്കെ ആഹാ, ഇന്നത്തെ കരിങ്കൊടിയൊക്കെ ഓഹോ എന്നതാണ് മുഖ്യമന്ത്രിയുടെ ഒരു ലൈൻ. ലോകത്ത് ഒരു അച്ഛന് ഇങ്ങനെ ഒരു ഗതികേട് വരുത്തരുത് ഗുരുവായൂർ. എന്നാലും രക്ഷാപ്രവർത്തനം നടത്തിയ ആ വകുപ്പിൽ ആഭ്യന്തരമന്ത്രിയുടെ അഭിനന്ദനം ഏറ്റുവാങ്ങിയ മാതൃകാ പ്രവർത്തകരെ കേരള പോലീസ് അറസ്റ്റ് ചെയ്തു കളഞ്ഞല്ലോ. കലികാലം. കൂടുതൽ വേണ്ടാന്ന് ഞാൻ പറഞ്ഞതാ. എന്തൊക്കെ മണ്ടത്തരങ്ങളാ വിളിച്ചെഴുന്നള്ളിച്ചേ. എടോ തിരുമണ്ട, അന്നെയൊക്കെ സെക്രട്ടറി ആക്കി വെച്ചിരിക്കുന്നത് കണ്ട ചാനലുകാരുടെ മുന്നിൽ വിഡിത്തം വിളമ്പി ആളാവാൻ അല്ലടോ. ഈ കങ്കാരുന് എവിടെയെങ്കിലും കൊണ്ടുവന്ന് കളയടാ.